ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചെമ്മീനെല്ലാം ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീനെല്ലാം നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നന്നായി തിരുമ്മി ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അരിഞ്ഞതൊന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. സവാള മൂപ്പിച്ചെടുത്ത് അതേ എണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം നന്നായിട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഞാൻ ജീരകശാല അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അരി കുതിർത്തത് ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീഫ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങാനീര് ഇത്രയും കൂടെ ചേർത്തിളക്കി നന്നായിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ചെമ്മീനെല്ലാം വറുത്ത് കോരിയ അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് തക്കാളിയും സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടു വന്നാൽ പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം. ചെമ്മീനെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള സവാള കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ച് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സവാള പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് റൈസ് കൂടി ചേർത്ത് നിരത്തി കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ബീൻസും ക്യാരറ്റും സവാളയും മൂപ്പിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല കൂടി ചേർത്ത് നിരത്തി കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് നിരത്തി കൊടുത്തിട്ട് ബീൻസും ക്യാരറ്റും സവാളയും മൂപ്പിച്ചതും പിന്നീട് നെയ്ക്കകത്ത് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്